മേഡം അങ്ങനെ തന്നെ നിന്നോ? അതെ അതെ, ആ ചിരി കണ്ട ആരെങ്കിലും പറയോ മനസ്സ് നിറയെ വിഷമാണെന്ന്? ആ കുട്ടിയെ കാണുന്നില്ലല്ലോ, മുത്തിനെ. അതെ അതെ, അതിനോടെ പുറത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതെ അതെ, അതൊരു ലക്ഷണം കെട്ട സ്വഭാവമുള്ള പെണ്ണാന്നാ പറയുന്നത് കേട്ടത്. എന്താ കാട്ട ആ കുട്ടിയുടെ കഷ്ടകാലം. എന്താ കല്ലോ? ഞാനില്ലേ ആ പിശാചില്ലേ ചീത്തച്ചെറിയമ്മ, അതിനൊരു പണി കൊടുക്കാൻ പോകുക. എന്ത് പണിയാ കല്ല് വെച്ച് കൊടുക്കണത്? അതൊക്കെ കാണിച്ചേര് സെൽഫിക്കറേ. അതല്ല, ഇത് പട്ടുപാവാടക്ക് ഇങ്ങനെ മാറ്റിട്ട് ഫ്രീ ആയി വന്ന് നിക്കണതല്ലേ? അതന്നെ പട്ടുപാവാട ഇട്ടിട്ട് അതില് ചളിയൊക്കെ ആക്കിയാലേ എന്റെ അമ്മ വഴക്ക് പറയൂലേ? കല്ലു, നിന്റെ പ്ലാൻ എന്താ പറയല്ലോ? കുഞ്ഞമ്മി സെൽഫിക്കറ നിന്റെ പിന്നാലെ ഇങ്ങോട്ട് വന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മേ, അവിടെ കുറേ വലിയ വലിയ ആളുകളും ഒക്കെ ഉണ്ട് അമ്മ. അവരുടെ ഇടയില് ഞാൻ പോയി നിന്ന അവർക്ക് നാണക്കേടാവില്ലേ? എനിക്കാണ് നല്ല ഡ്രസ്സും ഇല്ല, അതാ ഞാനിവിടെ വന്നിരിക്കുന്നേ. പിന്നെ മണിക്കുട്ടിയുടെ ഉണ്ടും പറഞ്ഞു അവരുടെ അടുത്തേക്കൊന്നും പോവല്ലേന്ന്. അവർക്ക് നാണക്കേടാത്രേ അമ്മ ഞാൻ പോയാലേ. ചെറിയമ്മ എന്നെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുക. അതാ ഞാൻ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്. എനിക്ക് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടമ്മേ. അവിടെ കുറേ ആളുകളുണ്ട്, കല്ലും പാറും സെൽഫിക്കറും ഒക്കെ ഉണ്ട്. അവരെന്നെ കാണാതെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഇപ്പൊ. എന്റെ അമ്മ പറ, ഞാനിവിടെ കിടന്നാ പോരെ? എന്തിനാ വെറുതെ അവർക്കൊക്കെ ഒരു നാണക്കേടുണ്ടാക്കുന്നേ? മുത്തുചേച്ചി, കല്ലു, മുത്തുചേച്ചി എന്താ അമ്മയുടെ ഫോട്ടോ പിടിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്? അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിക്കണം മുത്തുചേച്ചി. മുത്തുചേച്ചിയുടെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് മുത്തുചേച്ചിനെ ഫോട്ടോ എടുക്കാന്. ഒന്നുമില്ല കല്ലോ, എനിക്ക് ഇവിടെ നിന്ന് കിടക്കാൻ തോന്നി, അതാ ഞാൻ കടന്നേ. ചീത്ത ചെറിയ മുത്തുചേച്ചിനെയും കൊണ്ട് കുറേ ജോലി എടുപ്പിച്ചല്ലേ, അപ്പൊ മുത്തുചേച്ചിക്ക് ക്ഷീണം ഉണ്ടാകും, അതാ മുത്തുചേച്ചി കിടക്കുന്നത്. അല്ല കല്ലോ, ഞാന് വെറുതെ കടന്നതാ. മുത്തുചേച്ചി വാ, ആ മുത്തുചേച്ചിയുടെ അച്ഛനൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മുത്തുചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് മുത്തുചേച്ചിക്ക് പുതിയ ഡ്രസ് ഉണ്ടെന്ന്, എന്നിട്ട് എന്താ അത് ഇടാത്തെ? അത് കല്ലു, ഞാനിപ്പൊ തന്നെ ഇടാടി. അല്ല, കല്ലു വന്ന് നേരത്തെ ഇട്ട പട്ടുപാവാടയൊക്കെ മാറ്റി വന്നേ. പട്ടുപാവാട ഇട്ടുകൊണ്ട് നടന്നാലേ എന്റെ കണക്കൂട്ടലൊക്കെ തെറ്റും. എന്ത് കണക്കൂട്ടലാ? അതൊക്കെ ഉണ്ട്. മുത്തുചേച്ചി വേഗം അങ്ങോട്ട് ഡ്രസ് മാറ്റിട്ട് വാ. മുത്തുചേച്ചി പുതിയ ഡ്രസ് തന്നെ ഇട്ടോട്ടോ, ഒക്കെ കല്ലു നോക്കിക്കോളാം. എന്താ കല്ലു, എന്നോട് പറ കല്ലു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം മുത്തുചേച്ചി. എന്തായാലും എന്നോട് പറയടി, എനിക്ക് കേൾക്കാൻ തിടുക്കായി. പിന്നല്ലേ മുത്തുചേച്ചിയുടെ അച്ഛൻ അവിടെ തിരക്കണുണ്ട്. മുത്തുചേച്ചി വാ, ഞാനേ കുറച്ച് തിരക്കില്ല. എന്നാലും കല്ലൂന് എന്താവും തിരക്ക്? ഇനി കല്ലു വല്ല പണി ഒപ്പിക്കോ? ഇവിടെ ഇങ്ങനെ ഈ പോസ് മതിയോ? തല കുറച്ചൊന്ന് താഴേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. മമ്മി, ഞങ്ങൾ കൂടെ നിൽക്കട്ടെ മമ്മി? വേണ്ട മോളോ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ, എന്നിട്ട് നോക്കാം നിങ്ങളുടേത്. മാം,
അങ്ങനെ തന്നെ നിന്നോ. ആ പല്ല് ഒന്ന് കാണിക്കാതെ ചിരിക്കോ. പല്ലിന്റെ ഫോട്ടോ കുറെ എടുത്തു, ഇനി പല്ല് കാണിക്കാതെ ചിരിക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെ മതിയോ? ആ ഇപ്പൊ ഓക്കെ. മമ്മി, ഞങ്ങളുടെ ഫോട്ടോ എടുക്കും മമ്മി. ഞങ്ങൾ നന്നായി ഒരുങ്ങിയതല്ലേ? അത് ശരിയാ. ഇനി അവരുടെ 2-3 ഫോട്ടോസ് എടുക്ക്. എന്നിട്ട് എന്റെ എടുത്താ മതി. അങ്ങളെ, ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചാ മതിയോ? വർഷേ, ചന്ദ്രേട്ടാ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എനിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്നോട് തന്നെ അസൂയ തോന്നുന്നു. എന്നാലും എനിക്ക് എന്താ ചന്ദ്രേട്ടാ ഇത്ര കൂടുതൽ സൗന്ദര്യം? ചന്ദ്രേട്ടന്റെ ഭാഗ്യയില്ലേ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടിയത്. സന്തോഷിക്ക് ചന്ദ്രേട്ടാ. അവിടെ കൂടിയ ആളുകളെല്ലാം എന്നെ തന്നെ നോക്കി നിൽക്കുക. അവർക്കൊക്കെ എന്നെ കണ്ടിട്ട് നല്ല അസൂയ ഉണ്ടെന്നാ തോന്നുന്നത്. എന്തിനാ വർഷേ അവർക്ക് നിന്നെ കണ്ടിട്ട് അസൂയ? പിന്നെ ഇത്രയും സൗന്ദര്യവും പിന്നെ എന്റെ ഡ്രസ്സും എന്റെ സ്വർണ്ണാഭരണം ഒക്കെ കണ്ടാൽ ആർക്കാ അസൂയ തോന്നാതിരിക്കാ? അതല്ല വർഷേ, മുത്തെവിടെ? അവളെ ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. അല്ലാതെ എന്നെ കാണാനോ എന്റെ ഡ്രസ് നോക്കാനോ ഒന്നുമല്ല വന്നത്. അവളെ കാണാനാ തിടുക്കം. ഞാൻ ഇങ്ങനെയായാലെന്താ? വർഷേ, നീ എന്താ ആലോചിക്കുന്നത്? നിന്നോട് ഞാൻ ചോദിച്ചില്ലേ മുത്തെവിടെയെന്ന്? ഏട്ടാ, അവളവിടെ ഉണ്ട് ഏട്ടാ. എവിടെ? ഈ ഫോട്ടോഷൂട്ട് നടക്കുന്ന അവിടെയൊന്നും അവളില്ലല്ലോ. അവളുടെ കൂടെ ഒന്നും ഒരു ഫോട്ടോ എടുക്കണ്ടേ നമുക്ക്? എന്നാൽ ഏട്ടാ എന്റെ ജ്വല്ലറിയോ ഡ്രസ്സോ ഒന്നും നോക്കാതെ മുത്തിനെ മാത്രം അന്വേഷിച്ച് നടക്കുന്നു. എന്നെ ഒന്ന് നോക്കിയെങ്കിലും ചെയ്തൂടേട്ടാ. വർഷേ, എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ മുത്ത എവിടെയെന്ന് നോക്കിയിട്ട് വരാട്ടോ. ഏട്ടൻ ചെല്ല്. പെട്ടെന്ന് വന്നേക്കണേ ഫോട്ടോ എടുക്കാൻ. ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? ഏത് സമയത്ത് മുത്ത് മുത്ത് മുത്ത്. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇനി ഈ മോളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. ഇനി പുതിയ ബേബി വന്ന എന്താകും അവസ്ഥ? അപ്പോഴും ഈ മുത്തിനോട് തന്നെയാവോ സ്നേഹം? ഹോ, മടുത്തു മനുഷ്യന്. ഒരിത്തിരി സ്നേഹം ഞങ്ങൾക്കും തന്നൂടെ? എപ്പോ നോക്കിയാലും ഇത് തന്നെയാ പാട്ട്. ആ നാശം പിടിച്ച പെണ്ണിന്റെ മോന്തായം കാണുന്നതേ എനിക്ക് ദേഷ്യമാ. ഇനിയിപ്പോ അതിനെയും കൂട്ടിയോണ്ട് വന്നോളും ഫോട്ടോ എടുക്കാനായിട്ട്. എന്തിനാ അതിനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കുന്നത്? മുത്തേ, ആഹാ, നീ ഇവിടെ വന്ന് കിടക്കണോ? ഞാൻ എവിടെയല്ല അന്വേഷിച്ചു നിന്നെ. അത് ശരി, കൊച്ചു കള്ളി വെറുതെ അല്ല, അമ്മയോട് സംസാരിച്ച് കിടക്കുകയാണല്ലേ ഇവിടെ. അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് കുറേ സംസാരിക്കച്ചാ. എന്നാലേ ഞാനും കൂടെ കൂടാ നിങ്ങളുടെ കൂട്ടത്തില്. അയ്യോ വേണ്ട അച്ഛാ, അച്ഛൻ അങ്ങോട്ട് പോയിക്കോ. അവിടെ ഒരു പരിപാടി നടക്കല്ലേ. അതെന്താ, എന്റെ മുത്തിന് അതിൽ പങ്കെടുക്കണ്ടേ? ഒന്നുമില്ല അച്ഛാ, അച്ഛൻ പോയിക്കോ. ചെറിയമ്മ പിണങ്ങോ? ഇതെന്താ നീ പുതിയ ഡ്രസ് ഒന്നും ഇടാത്തത്? പറ മുത്തേ, നീ എന്താ പുതിയ ഡ്രസ് ഒന്നും ഇടാത്തത്? അതിന് അച്ഛൻ എനിക്ക് വാങ്ങി തന്നിട്ട് വേണ്ടേ ഞാനിടാൻ? ഞാൻ ഡ്രസ് വാങ്ങി തന്നില്ലാന്നോ? നിനക്ക് ഡ്രസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് മുത്തേ. ഉണ്ട് അച്ഛാ, എനിക്ക് അച്ഛൻ ഡ്രസ് വാങ്ങിയിട്ടുണ്ടോ? ഉണ്ട് മോളെ, നിനക്കത് ചെറിയമ്മ എടുത്തു തന്നില്ലേ? ഞാനത് ചെറിയമ്മ വാങ്ങി വെച്ചു എന്റെ കയ്യിൽ നിന്നും. എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഞാൻ ഒന്നിച്ചാണല്ലോ കൊണ്ടുവന്നത്. എനിക്ക് കിട്ടിയില്ല അച്ഛാ. മോൾ ഇവിടെ ഇരിക്ക്, ഞാൻ ഇപ്പൊ വരാം. അമ്മ കേട്ടമ്മ, എനിക്ക് ഡ്രസ് വാങ്ങിയിട്ടുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് പുതിയ ഡ്രസ് ഇടാലോ അമ്മ? അമ്മക്ക് സന്തോഷായില്ലേ? ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. അച്ഛാ, മുത്തേ, ഈ ഡ്രസ് അണിഞ്ഞ് സുന്ദരി കുട്ടിയായി പെട്ടെന്ന് വാ. ഹായ്, നല്ല ഭംഗിയുണ്ട്. എന്റെ മുത്തിനായി അച്ഛൻ എടുത്തതാടാ. അച്ഛാ, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്ക് ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് പെട്ടെന്ന് വരാം. നല്ല സുന്ദരി കുട്ടിയായി പെട്ടെന്ന് വരണേ. വരാം അച്ഛാ, ഇപ്പൊ തന്നെ വരാം. അച്ഛാ, എനിക്ക് നല്ല സന്തോഷായി അച്ഛാ. എന്റെ പൊന്നച്ഛനാ. അച്ഛാ, ഞാൻ വിചാരിച്ച അച്ഛാ എനിക്ക് ഡ്രസ് ഇല്ല, അച്ഛൻ മറന്നിട്ടുണ്ടാവുന്ന്. അച്ഛന്റെ കയ്യിലേ കാശില്ലെങ്കിലോ വിചാരിച്ചു.
എന്റെ മുത്തിനെ ഈ അച്ഛൻ മറക്കൂ മുത്തേ. എന്റെ മുത്തിനെ അച്ഛൻ മറന്ന പിന്നെ ആരാ ഓർക്കുക? അച്ഛാ, എനിക്ക് നല്ല സന്തോഷായി അച്ഛാ. എന്റെ മുത്തിന് സന്തോഷായല്ലോ, അത് മതി അച്ഛന്.